ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതും സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ക്ലിയർ ടൈപ്പും പിന്നെ ഒരു ബ്ലാക്ക് പെന്നും വരയ്ക്കാൻ, പിന്നെ കളർ പെൻസിൽസ് ആൻഡ് മറ്റേ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പേപ്പറിലിരുന്ന് അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ പേപ്പർ വേണം. അപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ പകുതി ഒരു ചെറിയ പേപ്പറാണ്, ഞാൻ പേജാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ ബ്ലാക്ക് പെന്ന് കൊണ്ട് ഞാൻ ഐസ്ക്രീം തീമിലാണ് വരയ്ക്കുന്നത് പിക്ചേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ വരയ്ക്കാം. വേണമെങ്കിൽ ടോം ആൻഡ് ജെറി തീമും ഡോറ അങ്ങനത്തൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. കാവാലി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണ വീഡിയോ തന്നെ വരുന്നതാണ് ഇനി. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോല ഐസ്ക്രീം, പിന്നെ കോണ്, പിന്നെ ഒരു വാട്ടർമെലൻ്റെ ഒരു കോല ഐസ്ക്രീമും, പിന്നെ കപ്പിൽ തരില്ല ഇങ്ങനെ ഐസ്ക്രീം മെർമെയ്ഡിൻ്റെ അതും, പിന്നെ ഞാൻ വരയ്ക്കുന്നത് ഒരു കപ്പ് ഐസ്ക്രീം അതിന് തന്നെ ഒരു പൂച്ചക്കുട്ടിയുടെയാണ് വരയ്ക്കണത്. പിന്നെ ഞാൻ ഒരു മേഘം ക്ലൗഡില്ലേ അതേമാതിരി വേറൊരു കപ്പ് ഐസ്ക്രീമും കൂടി വരയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും ഞാനിങ്ങനെ ക്യൂട്ടായിട്ട് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലാതും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളർ പെൻസിൽ എടുത്തിട്ട് കളർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോണോ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. എനിക്കിപ്പോൾ കളർ ചെയ്യാന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല. പിന്നെ പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ വെള്ളമൊക്കെ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളർ പെൻസിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കളർ പെൻസിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ യെല്ലോ അടിച്ച് കൊടുക്കുന്നുണ്ട് കോല ഐസ്ക്രീമിന്. പിന്നെ ഞാനൊരു കോണിൻ്റെ ഒരു ഐസ്ക്രീം സ്റ്റിപ്പിൽ ഒരു യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ക്ലൗഡിൻ്റെ കപ്പ് കേക്ക് മാതിരിക്ക് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ക്ലൗഡ് എന്ന് പറയാൻ പറ്റില്ല, ഷേപ്പ് അങ്ങനത്തെയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലൗഡ് എന്ന് പേരിട്ടത്. പിന്നെ കോണ് മറ്റേ ഐസ്ക്രീം കോണിന് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗണോ ഒക്കെ കൊടുക്കാം കേട്ടോ, ക്രീം കളറൊക്കെ കൊടുക്കാം. ഞാൻ ചിലതിനൊന്നും കൊടുക്കണില്ല ഓറഞ്ച് ഫുള്ള്. പിന്നെ ഞാൻ ബ്രൗൺ എടുത്തിട്ട് വേറെ കപ്പുകൾക്കൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർമെലൻ്റെ കോൺ ഐസ്ക്രീമിനും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ എടുത്തിട്ട് വാട്ടർമെലൻ്റെ താഴത്തെ അതിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ യെല്ലോ വാട്ടർമെലൺ ആക്കാം. ഞാൻ റെഡ് വാട്ടർമെലണാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ അതേ ഗ്രീൻ തന്നെ കോൺ ഐസ്ക്രീമിൻ്റെ ഒരു രണ്ടാമത്തെ സിപ്പിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഞാനൊരു ഔട്ട്ലൈൻ മാതിരി കൊടുക്കുന്നുണ്ട് വാട്ടർമെലൻ്റെ അതിന്. പിന്നെ ഓറഞ്ച് എടുത്തിട്ട് ഞാൻ യെല്ലോ കൊടുത്ത ഭാഗത്തും ഔട്ട്ലൈൻ മാതിരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അട്രാക്ഷൻ മാതിരി തോന്നും. അതിനൊക്കെ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒന്നിനും ഞാൻ അട്രാക്ഷൻ മാതിരി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടില്ല. ഇനി റെഡ് എടുത്തിട്ട് ആ വാട്ടർമെലൻ്റെ ഇതിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടണ്ട, ക്യൂട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് ബ്രഷ്. അപ്പോൾ എല്ലാത്തിനും ഞാൻ കോൺ ഐസ്ക്രീമിൻ്റെ മുകളിലത്തെ ഇതിനും കൊടുക്കുന്നുണ്ട്. പിന്നെ പർപ്പിൾ കളർ എടുത്തിട്ട് ആ ഫസ്റ്റത്തെ കോല ഐസ്ക്രീമിന് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മെർമെയ്ഡിൻ്റെ ഇതിന് ആ കപ്പിനും മെർമെയ്ഡിൻ്റെ വാലിനും ഞാൻ കൊടുക്കുന്നുണ്ട് പർപ്പിള്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പിക്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. വൈറ്റ് ബോർഡർ കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യണമെങ്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബോർഡർ കാണാത്ത രീതിയിലായാലും കട്ട് ചെയ്യാം. അത് പക്ഷേ ഭംഗിയുണ്ടാവും, രണ്ടും ഭംഗിയുണ്ടാവും. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം സ്റ്റിക്കർ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കോൺ ഐസ്ക്രീമിൻ്റെ ആണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ വൈറ്റ് ബോർഡർ കാണരുത്, ശ്രദ്ധിച്ച് വെട്ടണം. എൻ്റെ ചില ഭാഗത്തൊക്കെ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പിൽ നിന്ന് കിട്ടുന്ന ആ പേപ്പർ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ആ പേപ്പർ എടുത്തിട്ട് എനിക്ക് മറന്നുപോയി ആ പേപ്പറിൻ്റെ പേര്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ട് നിങ്ങൾക്ക് വലിയ പീസായിട്ട് തോന്നും, പക്ഷേ ചെറിയ പീസാണ് ഞാൻ കട്ട് ചെയ്യണത്. നമ്മളുടെ ആ ചെറുതാണല്ലോ സ്റ്റിക്കർ ഉണ്ടാക്കണ വരച്ച സംഭവം, ചെറുതായത് കൊണ്ടാണ് ഞാൻ അത്ര കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മിനുസുള്ള ഭാഗത്ത് വേണം നമ്മളെ ക്ലിയർ ടൈപ്പ് ഒട്ടിക്കാനായിട്ട്. മിനുസല്ലാത്ത ഭാഗത്ത് ഒട്ടിച്ചാൽ പറിച്ചെടുക്കാൻ കിട്ടില്ല, ഒട്ടിപ്പോവും അത്. അപ്പോൾ നമ്മളെ ക്ലിയർ ടൈപ്പ് എടുത്തിട്ടുണ്ട്, അതിന് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെട്ടി വെച്ച ആ കോൺ ഐസ്ക്രീമിൻ്റെ പിക്ചറും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടി ക്ലിയർ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വൈറ്റ് ബോർഡർ കാണുന്ന രീതിയിൽ വെട്ടിയില്ലേ, അതിൻ്റെ മേലെ ഒന്നും കൂടി വെട്ടാൻ പാടില്ല. നമ്മൾ ക്ലിയർ ടൈപ്പ് കാണുന്ന രീതിയിൽ വേണം വെട്ടാനായിട്ട്, എന്നാലും ഒട്ടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടാണ്ട് പറഞ്ഞു പോരും, പൊട്ടില്ല. അപ്പോൾ അതേ ഞാൻ വെട്ടണ പോലെ നിങ്ങൾ വെട്ടാം, ശ്രദ്ധിച്ച് വെട്ടണം. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തത് ഫെയിലായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വൈറ്റ് ബോർഡർ ആ പേപ്പറിൻ്റെ കൂടെ തന്നെ വെട്ടിയതാണ്, തെറ്റിപ്പോയതാണ് എൻ്റെ ആദ്യം ഞാൻ ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഇനി പറിക്കാൻ പറ്റുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ കറക്റ്റാണ്, ഒട്ടും രണ്ട് സൈഡും ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ നാളെ തുറക്കായി. അപ്പോൾ അതുകൊണ്ട് പൗച്ചിലൊക്കെ ബുക്കിലും ഒക്കെ ഒട്ടിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു ഒട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഒരെണ്ണം പറിച്ചെടുത്തിട്ട് അവിടെ കാണാൻ ഞാൻ ഹാപ്പി ഡേയ്സ് എന്ന് എഴുതിയിരുന്നേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. അടുപ്പിലായിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരെണ്ണമാണ് ഒട്ടിക്കണത്. എന്നിട്ടൊരു കവറിലാക്കി വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.